ഒരു കുക്കറോ അരിയും ചിക്കനോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഈ റൈസിനില്ല. വലിയ അരിയോ ചെറിയ അരിയോ ഏത് റൈസായാലും നമുക്ക് ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിലോട്ട് ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ ഇങ്ങനെ ചെയ്യണത് ഒന്ന് സോഫ്റ്റ് ആവാനും ഒരു കളർ വരാനും കൂടിയാണ്. നമുക്ക് ചിക്കൻ ഇല്ലെങ്കിൽ വെജിറ്റബിളോ സോയ എന്തെങ്കിലും മതി. അടുത്ത് മിക്സിയുടെ ജാറിലോട്ട് 3 സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ടൊരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മസാല അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെള്ളം വറ്റണ വരെ ഒന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. അതെൻ്റെ ഇല്ലായിരുന്നു. എന്നിട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് കുതിരാൻ വെച്ച റൈസ് അതിലോട്ട് തട്ടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലൂടെ നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 2 ചെറിയ കഷ്ണം നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒറ്റ വിസിൽ ആവി പോയതിന് ശേഷം തുറന്നെടുക്കണം. ലാസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കുക്കർ ബിരിയാണി റെഡി. അപ്പോൾ ഇതൊരു സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.